തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഏതാണ്ട് ഇത് ഷാഫിയെ നമുക്ക് ലീഡറായി മുന്നിൽ നിർത്തിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിലെ ബഹുഭൂരിഭാഗം നിയോജക മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇപ്പം എല്ലാ നിയോജക മണ്ഡലത്തിലും നാദാപുരത്ത് 24,000 ഭൂരിപക്ഷം, കുറ്റ്യാടിയിൽ 24,000, അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ 25,000, പേരാമ്പ്രയിൽ 21,000, അങ്ങനെ തുടങ്ങിയ എല്ലാ നിയോജക മണ്ഡലത്തിലും UDFന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിലിന് കിട്ടിയത് 20,000 25,000 വോട്ടിന് മേലെയാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ നിയോജക മണ്ഡലങ്ങളൊക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകാൻ സംശയമൊന്നുമില്ല. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ആ നിലയിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്താൽ നമുക്ക് ജയിച്ചു വരാം. ഒപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അവിടെയും നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവണം. നമ്മൾ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മളിപ്പോഴും വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. നമ്മളത് UDFന്റെ മേഖലകളിൽ വോട്ട് ചേർത്ത് കിട്ടുക എന്ന് പറയുന്നത് പുതിയ വോട്ട് ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആളുകൾ അതിന് താല്പര്യം കാണിക്കുന്നില്ല. അവരപ്പുറത്തെന്താ വോട്ട് ചേർക്കൽ മാത്രമല്ല, അതിലും വലിയൊരു പ്രക്രിയയുണ്ട്, വോട്ട് തള്ളുക എന്നുള്ളത്. നമ്മൾ തള്ളിക്കാൻ ഉള്ള വോട്ട് ചേർക്കാത്ത നമ്മളാ പിന്നെ തള്ളിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലൊക്കെ ഒരു താല്പര്യം കൃത്യമായി നമ്മൾ എടുത്താൽ ഈ CPMന്റെ ഈ നെറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയം അത് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ കാര്യത്തിൽ താല്പര്യം കാണിക്കണം. ഇപ്പം വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. കോൺഗ്രസ് ഏത് ലീഗ് ഏത് എന്ന് വേർതിരിച്ചറിയാനാവാതെ നിങ്ങളിപ്പോൾ കണ്ടത് വടകരയിൽ UDFന്റെ വിജയത്തിൽ UDF മാത്രമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ ഒരു ഘടകകക്ഷി വേറെ ഉണ്ടായിരുന്നു, RMP. KK രമ MLA ആണ്, N വേണുവാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടറി. RMP ഈ വിജയത്തിൽ നിർണായകമായ പങ്ക് വടകരയിൽ വഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ എങ്ങനെയാ ഒരെണ്ണയിട്ട യന്ത്രം പോലെ ഒരു മനസ്സായി ഒരു മെയ്യായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ബാക്കി എല്ലാ അഭിപ്രായ വ്യത്യാസവും മാറ്റി നിർത്തുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ എനിക്ക് പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളതിന് നിങ്ങളുടെ ഒരു ഫോൺ കോൾ നാട്ടിൽ വലിയ വിലയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ ഒരു ഫോൺ കോൾ പോയാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ജാഗ്രത കാണിക്കുക. ലീവൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ തയ്യാറായാൽ വിജയം സുനിശ്ചിതമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ നന്മയും നേരുന്നു. ഷാഫി വടകരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഷാഫി വേണം, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. വടകരയിൽ ഏതാണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ 14-15 ലക്ഷം വോട്ടുണ്ട്. 15 ലക്ഷം വോട്ട് മാത്രമല്ല, ജനസംഖ്യ എത്ര ഉണ്ടാവും? ഒരു 10-30-40 ലക്ഷം ജനസംഖ്യ ഉണ്ടാവും. ഇതിലൊരു മഹാഭൂരിഭാഗവും ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിളിച്ചാൽ എത്ര എടുത്തു പോകാനാവും? അതൊക്കെ പിന്നീട് ഒരു മാനസിക പ്രശ്നമായി വൈകാരികമായി കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണുക. പാർലമെന്റ് പോകണം, മറ്റു വികസന പദ്ധതികളുമായി വേണം, സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ 7 നിയോജക മണ്ഡലത്തിലും ഒരു MP ഓരോ പ്രദേശത്തും എത്തിപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് നമുക്ക് വടകരയിൽ അഭിമാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ UDFന്റെ പ്രവർത്തകന്മാർക്ക് ഭയമില്ലാതെ, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ പിതാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, എൻ്റെ മകൻ കോളേജിലേക്ക് പോയാൽ, സ്കൂളിലേക്ക് പോയാൽ, അവൻ വൈകുന്നേരം 4 മണിയാകുമ്പോ പോയതുപോലെ തിരിച്ചു വരും എന്നുറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് ഷാഫിയെ പോലുള്ള ആളുകളെ ജയിപ്പിച്ചേ വടകരയിൽ മതിയാവൂ. നിലനിൽപ്പിന്റെ പ്രശ്നം മറ്റ് സ്ഥലങ്ങളിലെ പോലെയല്ല. വടകരയിലെ രാഷ്ട്രീയം ഐക്യ ജനാധിപത്യ മുന്നണി നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പുറത്ത് കടുത്ത ഗുണ്ടായിസം മാത്രം കൈമുതലാക്കി അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് അപ്പുറത്തുള്ളത്. അത് നമ്മൾ ഒരുപാട് കണ്ട, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവസാനം ചന്ദ്രശേഖരനിലെ വരെ എത്തി നിൽക്കുന്ന കഥകൾ വടകരയിൽ, നാദാപുരത്തും കുറ്റ്യാടിയിലും ഒക്കെ ഒരുപാട് നമ്മൾ അനുഭവിച്ചവരാണ്. ഇനിയും അങ്ങനെ ഒരു തിരിഞ്ഞുപോക്കില്ലാതെ നമ്മുടെ മക്കൾക്ക് നാളെ അഭിമാനത്തോടെ ജീവിക്കാൻ സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവിടെ കെട്ടുറപ്പോടെ നിൽക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അതുണ്ടാക്കാൻ ഏറെ ബാധ്യതപ്പെട്ടവരാണ് നിങ്ങൾ എന്ന ബോധ്യമുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.